ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നറിയണം. അതുപോലെ ഈ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കെമിക്കൽ ഇക്വേഷൻസിനെ പറ്റിയിട്ടും പരിചയപ്പെടണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നുമായിട്ട് റെഡി ആയിട്ടിരിക്കുക. കാരണം ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെറുതെ കേട്ടിരിക്കുന്നതിനേക്കാളും എൻ്റെ കൂടെ എഴുതി പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, a process in which one or more substances are converted into one or more new substance are called a chemical reaction. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? അതായത് ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസസ് ചേർന്നിട്ട് ഒന്നോ അതിലധികമോ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ നോർമലി കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും സാധനങ്ങൾ ചേർന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഒരു ന്യൂ പ്രോഡക്റ്റ് അതിൽ നിന്നും ലഭിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ന്യൂ പ്രോഡക്ട്സ് ലഭിക്കുന്ന ഇക്വേഷൻസിനെയാണ് അല്ലെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് കാണുന്നുണ്ട് മക്കളെ. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ തന്നെ പലതരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഓക്കെ, അതായത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മളെ ഈ വീട്ടില് പാല് ഇപ്പൊ നമ്മൾ തലേ ദിവസമൊക്കെ പുറത്ത് കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി എന്നിരിക്കട്ടെ, പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആ പാലിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് പാലായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലെ? അത് എന്തായി മാറിയിട്ടുണ്ടാവും അല്ലെ? അത് പാലിന്റെ പ്രോപ്പർട്ടി മാറിയിട്ട് അത് കേടിന്റെ പ്രോപ്പർട്ടിയിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പോ ഈ പാല് കേടായിട്ട് മാറിയതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുക്കളയിൽ കയറുന്ന മക്കളാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വീട്ടിലെ അമ്മയോട് ചോദിച്ചു നോക്കിയാൽ മതി. പാലിന് എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് സൂക്ഷിച്ചാൽ ഈ പാലിന് എന്ത് സംഭവിക്കും? പാൽ ഉറപ്പായിട്ടും അത് എന്തായി മാറും? കേടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പാല് കേടാവണമെങ്കിൽ അവിടെ എന്തോ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം? ഓക്കെ, അപ്പോൾ അവിടെ എന്ത് നടന്നിട്ടുണ്ട്? കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ടാണ് ആ പാല് കേടായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കെമിക്കൽ റിയാക്ഷന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വിൻഡോസിന്റെ ഈ കമ്പിയില്ലേ, നമ്മൾ പൊതുവെ അത് അയൺ ഒക്കെ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ആ കമ്പിയൊക്കെ നമ്മൾ നോർമലി പെയിന്റ് അടിക്കാതെ ഉള്ള കമ്പിയാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും ആ കമ്പിയിൽ ഒരു ബ്രൗൺ കളർ പൗഡർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും കമ്പിയിലൊക്കെ പെയിന്റ് അടിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ? എന്തിനാ? ഈ ബ്രൗൺ കളർ പൗഡർ വരാതിരിക്കാനായിട്ട്. എന്താണ് ഈ ബ്രൗൺ കളർ പൗഡർ എന്ന് പറയുന്നത്? അത് നമ്മൾ തുരുമ്പെന്ന് മലയാളത്തിൽ പറയും അല്ലെ? തുരുമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ആ അയൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറും ഓക്സിജനുമായിട്ടൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അയൺ മാറി അതിന്റെ ഓക്സൈഡുകളായിട്ട് മാറിയിട്ടുള്ളതാണ്. അല്ല, നമ്മൾ കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്നൊക്കെ പറയും, തുരുമ്പിക്കുക അല്ലെ? അപ്പോ ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന പല പല കെമിക്കൽ റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള പല പല കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്നോടൊപ്പം എഴുതി പഠിക്കുക. വീണ്ടും പറയാണ്, എഴുതി തന്നെ പഠിക്കുക. കാരണം നോക്കിയിരുന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചെടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് സബ്സ്റ്റൻസസ് ചേർന്നിട്ട് അല്ലെ, ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ് ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ന്യൂ പ്രോഡക്ട്സ് കിട്ടുന്നു. ഓക്കെ, അവിടെ ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷൻ എന്തെന്ന് വിളിക്കാം? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആയി. കണ്ടോ? ആ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കണ്ടോ അല്ലെ? മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്നിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആയി. ഓക്കെ, നിങ്ങൾ ആ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ രണ്ട് രീതിയിലാണ് ആ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്.
എന്നുള്ളത് അല്ലെ. ഒന്ന് മെഗ്നീഷ്യം എന്നും ഓക്സിജൻ എന്നും ഒക്കെ ഞാൻ വേർഡ്സിൽ എഴുതി അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് വേർഡ്സിൽ എഴുതി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വേർഡ്സിൽ എഴുതുന്ന ഇക്വേഷനെ നമ്മൾ വേർഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എന്ത് ഇക്വേഷൻ ആണ്? വേർഡ് ഇക്വേഷൻ ആണ് അല്ലെ, വേർഡ് ഇക്വേഷൻ ആണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, മെഗ്നീഷ്യത്തിന് പകരം ഞാൻ മെഗ്നീഷ്യത്തിന്റെ സിമ്പൽ ആണ് ഉപയോഗിച്ചത് അല്ലെ, ഓക്സിജന് പകരം ഓക്സിജന്റെ സിമ്പൽ ഉപയോഗിച്ചു. അതുപോലെ മെഗ്നീഷ്യം ഓക്സൈഡിന് പകരവും മെഗ്നീഷ്യം ഓക്സൈഡിന്റെ സിമ്പൽ ഉപയോഗിച്ചു. അങ്ങനെ നമുക്ക് ഈ പറയുന്ന വേർഡ് ഇക്വേഷനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി അല്ലെ. അപ്പോൾ ഇങ്ങനെ വേർഡ് ഇക്വേഷനെ സിമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എലമെന്റ്സിന്റെ സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഇക്വേഷനെ എന്താണ് വിളിക്കുന്നത്? ഇതാണ് ശരിക്കും കെമിക്കൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഇക്വേഷന്റെ തന്നെ നമ്മൾ ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ, സെന്റൻസ് അല്ല, നമ്മൾ സ്പെല്ലിംഗിൽ എഴുതുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും മക്കളെ? വേർഡ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതെന്താണ് വേർഡ് ഇക്വേഷൻ? ഈ വേർഡ് ഇക്വേഷനെ നമുക്ക് സിമ്പിൾസ് ആയിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ എളുപ്പമല്ലേ അല്ലെ. അങ്ങനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. പല ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഇക്വേഷൻസ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി, നമുക്ക് ആ റിയാക്ഷൻ മാത്രം അല്ലെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഈ കെമിക്കൽ ഇക്വേഷന്റെ A to Z നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് 2-3 ടേംസ് അറിയണം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്റ്റന്റ്, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുമ്പോഴല്ലേ അത് അവിടെ റിയാക്ഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസിൽ, ആ സബ്സ്റ്റൻസിലല്ലേ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റന്റ്. നമ്മൾ എടുക്കുന്നത് മാത്രമല്ല, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റന്റ്. കണ്ടോ, റിയാക്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് റിയാക്റ്റൻസ്? ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഇൻ ദ റിയാക്ഷൻ ആർ ദ റിയാക്റ്റൻസ്. ഒരു റിയാക്ഷനിൽ ചേഞ്ച് സംഭവിക്കുന്ന, നമ്മൾ ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ, ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ടാവും അല്ലെ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ചേഞ്ച് ഉണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ പാല് തൈരായി എന്നുള്ളത്. അപ്പൊ പാലിനാണ് ചേഞ്ച് ഉണ്ടായത് അല്ലെ. അപ്പൊ എന്ത് വസ്തുവിനാണോ ചേഞ്ച് സംഭവിച്ചത് അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? റിയാക്റ്റൻസ്. ഓക്കെ, റിയാക്റ്റൻസ്. റിയാക്ഷനും റിയാക്റ്റൻസും തമ്മിൽ മാറിപ്പോവരുതേ. ഇതിന്റെ സ്പെല്ലിംഗ് നോക്കിക്കേ, റിയാക്റ്റൻസ് എന്നാണ്. ഓക്കെ, ഇനി ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു സബ്സ്റ്റൻസിൽ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ന്യൂ സബ്സ്റ്റൻസ് കിട്ടൂലേ, ആ ന്യൂ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് എന്തായിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലായി. പ്രോഡക്ട്സ് ആയിട്ട് മാറില്ലേ? റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറും. അപ്പോ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, നമുക്ക് ഇവിടെ നോക്കാം. കണ്ടോ, മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്നുകൊണ്ട് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റിയാക്റ്റൻസ്, ഈ റിയാക്ഷനില് റിയാക്റ്റൻസ് ആരൊക്കെയാണ്? ഇവിടെ ജോയിൻ ചെയ്ത മെഗ്നീഷ്യവും ഓക്സിജനും അല്ലേ ഇവിടുത്തെ റിയാക്റ്റൻസ് അല്ലെ. റിയാക്റ്റൻസ് ആരൊക്കെയാണ്? അതായത് മെഗ്നീഷ്യത്തിനും ഓക്സിജനും ഒന്നിച്ച് ചേർന്നപ്പോഴാണ് അവർക്ക് ചേഞ്ച് ഉണ്ടായത്. അപ്പോ ഇവിടുത്തെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? മെഗ്നീഷ്യവും ഓക്സിജനും. ഇനി അവര് ചേർന്ന് നമുക്ക് എന്ത് കിട്ടി? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ റിയാക്റ്റൻസും പ്രോഡക്ട്സും എന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഒരു റിയാക്ഷൻ എന്താ കണ്ടോ, ഈ കെമിക്കൽ റിയാക്ഷനെ, നമുക്കൊരു കെമിക്കൽ റിയാക്ഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. കെമിക്കൽ റിയാക്ഷനെ നമുക്ക് കണ്ടോ, ഈ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് എഴുതിയിട്ട് ഒരു ആരോ ഇട്ടിട്ട് പ്രോഡക്ട്സ് എഴുതി അല്ലെ. അതായത് ഈ റിയാക്റ്റൻസ് ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഒരു ആരോ യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇത്രയും ഭാഗം കണ്ടോ, ഇത്രയും ഭാഗം ലെഫ്റ്റ് സൈഡിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എല്ലാം ഒന്ന് റബ്ബ് ചെയ്തിട്ട്, ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കണ്ടോ, ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇത്രയും ഭാഗം, അതാണ് റിയാക്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? LHS എന്ന് പറയാം. നമ്മൾ മാത്സിലൊക്കെ ഇക്വേഷനിൽ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും ആരോയുടെ ഇപ്പുറത്ത് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനെ നമുക്ക് LHS എന്ന് വിളിക്കാം. അതേപോലെ ആരോയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിനെ നമുക്ക് RHS എന്ന് വിളിക്കാം.
അല്ലെ? അപ്പൊ നമ്മളൊരു റിയാക്ഷനെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ അതിന്റെ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ആരോ ഉപയോഗിക്കും അല്ലെ? റിയാക്റ്റൻസ് കഴിഞ്ഞിട്ട് ഒരു ആരോ ഇട്ടിട്ട് നമ്മൾ പ്രോഡക്റ്റ് എഴുതും അല്ലെ? ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ LHS അഥവാ അവരാണ് റിയാക്റ്റൻസ് അല്ലെ? ആരോയുടെ റൈറ്റ് സൈഡിലുള്ളവർ എന്താണ്? പ്രോഡക്ട്സ് അഥവാ അവരെ നമ്മൾ RHS എന്ന് വിളിക്കും. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ? കണ്ടോ, റിയാക്റ്റൻസ് ഈ കേസിൽ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? മെഗ്നീഷ്യം ഓക്സിജനും ആണ്. ഈ എക്സാമ്പിളിൽ പ്രോഡക്റ്റ് ആരാണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. അതായത് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്കിനി ഈ കെമിക്കൽ റിയാക്ഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്കിനി ബാലൻസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസ് ആണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. ശരിക്കും എന്ത് മാത്രമാണ്? ബേസ് മാത്രമാണ്. ഇത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടുള്ള എക്സാമ്പിൾസ് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഞാൻ ഓൾറെഡി നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ? അപ്പൊ അതേപോലെ നമ്മുടെ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ കെമിക്കലി നമ്മുടെ ഡെയിലി ലൈഫിൽ കാണാത്ത കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. കെമിക്കൽ റിയാക്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് മെഗ്നീഷ്യം റിബൺ അല്ലെങ്കിൽ മെഗ്നീഷ്യം അല്ലെ? മെഗ്നീഷ്യത്തിന്റെ ഒരു പീസ്. ഈ മെഗ്നീഷ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അത് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. എങ്കിലും ഒന്ന് നോക്കാം. ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ ഇൻ എയർ. അതായത് മെഗ്നീഷ്യത്തിനെ കണ്ടോ, ആ ഫിഗറിൽ നോക്കിക്കേ, ഒരു മെഗ്നീഷ്യം പീസിനെ കണ്ടോ, ഒരു ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തായാലും സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് അതിനെ ബേൺ ചെയ്യാണ്. ബേൺ ചെയ്തിട്ട് താഴെ നമ്മളൊരു ഡിഷ് വെച്ചിട്ടുണ്ട്, ഒരു വാച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ ബേൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും, ഈ മെഗ്നീഷ്യത്തിൽ നിന്നും ഒരു പൗഡർ ഈ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ, നമ്മൾ എടുത്ത വാച്ച് ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ വീഴും. ഓക്കെ, ആ പൗഡർ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്തത്? മെഗ്നീഷ്യവും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തു. അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ഉണ്ടായത് എന്താണ്? ഒരു വൈറ്റ് കളർ പൗഡർ ആണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് ഈ വൈറ്റ് കളർ പൗഡർ എന്താണെന്നുള്ളത് അറിയണ്ടേ? അതിന്റെ കെമിക്കൽ നേച്ചർ എന്താണെന്ന് അറിയണ്ടേ? ഈ വൈറ്റ് കളർ പൗഡർ എന്താണ് മക്കളെ? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. കാരണം മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലേടെ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോ ഇവിടെ ഉണ്ടായ ആ വൈറ്റ് പൗഡർ എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. മെഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് എ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആൻഡ് ചേഞ്ചസ് ഇൻടു എ വൈറ്റ് പൗഡർ. നമ്മൾ അത് സ്പിരിറ്റ് ലാമ്പ് വെച്ച് കത്തിക്കുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ഫ്ലെയിമോട് കൂടിയാണ് അത് കത്തുന്നത്. അങ്ങനെ കത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവുന്നു? ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെ ദിസ് പൗഡർ ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ പൗഡർ എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ എയർ. അപ്പോൾ ഈ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന പൗഡർ ഉണ്ടായത് ആരൊക്കെ തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ്? നമ്മൾ എടുത്ത മെഗ്നീഷ്യവും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ് മെഗ്നീഷ്യം ഓക്സൈഡ്. ക്ലിയർ അല്ലേ? ഈ മെഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്? ഒരു വൈറ്റ് കളർ പൗഡർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒന്ന് റിയാക്റ്റന്റും പ്രോഡക്റ്റും ഒന്ന് നോക്ക്. റിയാക്റ്റന്റും പ്രോഡക്റ്റും ഇവിടെ മെഗ്നീഷ്യവും ഓക്സിജനുമാണ് റിയാക്റ്റന്റ്, പ്രോഡക്റ്റ് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓൾറെഡി പറഞ്ഞതല്ലേ? ഈ എക്സാമ്പിൾ ആണ് നമ്മൾ തൊട്ട് മുന്നേ അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഈ മെഗ്നീഷ്യം എന്ന് പറയുന്ന മെഗ്നീഷ്യം ഒരു മെറ്റൽ ആണെന്ന് അറിയാലോ. ഈ മെഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ്. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നു. അതായത് ഞാനിപ്പോ ഒരു പീസ് മെഗ്നീഷ്യം എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നു, കുറച്ചു നേരം വെക്കുന്നു അല്ലെ? കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അവിടെ റിയാക്ഷൻ നടന്നു. കാരണം ഈ മെഗ്നീഷ്യം ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാണ്? അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ? അറ്റ്മോസ്ഫിയറിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ ഈ മെഗ്നീഷ്യം എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ഈ മെഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്? ഒരു വൈറ്റ് അല്ലെ, ഒരു വൈറ്റ് കളർ പൗഡർ ആയിട്ടാണ് കാണുന്നത് അല്ലെ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു പീസ് മെഗ്നീഷ്യം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഒരു പീസ് മെഗ്നീഷ്യത്തിന് എടുത്തിട്ട് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങോട്ട് മാറി നിന്നിട്ടാണ് വീണ്ടും വന്ന് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഒന്ന് ബേൺ ചെയ്യിക്കുന്നത്. അങ്ങനെ ബേൺ ചെയ്യിച്ചാൽ ഇവിടെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പഷൻ നടക്കില്ല.
കമ്പഷൻ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ബേൺ ചെയ്യുന്നത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ അല്ലെ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ റിയാക്ഷൻ നടക്കില്ല. എന്താണ് കാരണം? ഇതാണ് ഇപ്പൊ മെഗ്നീഷ്യം അല്ലെ. ഇതിന്റെ പുറത്ത് ഇപ്പൊ എന്തുണ്ട് മക്കളെ? ഇതിന്റെ പുറത്ത് ഓൾറെഡി മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മളത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് ചുറ്റും ഒരു വൈറ്റ് കളർ ഒരു ലെയർ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ എടുത്ത് നമ്മൾ ഒന്ന് കത്തിക്കുകയാണെങ്കിൽ കറക്റ്റ് റിയാക്ഷൻ അവിടെ നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നീ ഫ്രഷ്ലി കട്ട് ചെയ്ത പീസ് നമ്മൾ ബേൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളിത് സാൻഡ് പേപ്പറോ എങ്ങാനും വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യണം. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിൽ ഫോം ചെയ്ത ആ വൈറ്റ് കളർ ലെയറിലെ മെഗ്നീഷ്യം ഓക്സൈഡിന്റെ ആ ലെയർ അങ്ങ് റിമൂവ് ആവുകയും അകത്തുള്ള മെഗ്നീഷ്യം പുറത്തോട്ട് എക്സ്പോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോഴത്തേക്കും അവിടെ ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഞാനിത് പറയാൻ എന്താ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് എന്താണ്? വൈ ഷുഡ് എ മെഗ്നീഷ്യം റിബൺ ബി ക്ലീൻഡ് ബിഫോർ ബേണിംഗ് ഇൻ എയർ എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ മെഗ്നീഷ്യത്തിനെ ബേൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മെഗ്നീഷ്യത്തിനെ ക്ലീൻ ചെയ്യണം അല്ലെ, മെഗ്നീഷ്യം റിബണെ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ് റീസൺ? ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്. ഒന്നത് വായിച്ചു നോക്കാം. മെഗ്നീഷ്യം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ദാറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം മെഗ്നീഷ്യം ഓക്സൈഡ് അല്ലെ. മെഗ്നീഷ്യം ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അപ്പോൾ തന്നെ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. എ വൈറ്റ് ലെയർ ഓൺ ദ സർഫസ് ഓഫ് ദ റിബൺ അല്ലെ. ഈ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരു വൈറ്റ് കോട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. Okay, by cleaning the ribbon, the underlying magnesium is exposed, allowing for a more complete and visible combustion. അതിനെ നമ്മൾ സാൻഡ് പേപ്പർ ഒക്കെ വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് പോയിട്ട്, അതായത് ഈ വൈറ്റ് ലെയർ അങ്ങോട്ട് പോയിട്ട് അകത്തുള്ള മെഗ്നീഷ്യം എക്സ്പോസ് ആവുകയും അപ്പോൾ കൂടുതൽ നന്നായിട്ട് റിയാക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എല്ലാവരും ഉത്തരം എഴുതുമല്ലോ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷനിലോട്ട് പോവാം. അതായത് നമ്മൾ ചില കെമിക്കൽ റിയാക്ഷൻസിനെ ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ്. ഇതിന്റെ ടൈപ്സ് ആയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പല ആക്ടിവിറ്റീസ് ആണിത്. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞു. ആരൊക്കെ തമ്മിലുള്ള റിയാക്ഷൻ ആണ്? മെഗ്നീഷ്യം റിബണും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ ആയിരുന്നു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അടുത്ത നമ്മൾ എക്സാമ്പിൾ നോക്കിയേ. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ ദ ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഓൺ സിങ്ക്. ഓക്കെ, അതായത് എന്തൊക്കെ തമ്മിലുള്ള റിയാക്ഷൻ ആണ്? സിങ്ക് ഗ്രാന്യൂൾസ് അല്ലെ, സിങ്ക് മെറ്റലിനെ അല്ലെങ്കിൽ സിങ്കിനെ എന്ത് ചെയ്യുന്നു? ഗ്രാന്യൂൾസ് ആക്കിയിട്ട് അല്ലെ പൊടിയാക്കിയിട്ട് അതിലോട്ട് എന്ത് ആഡ് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡ് തന്നെ വേണമെന്നില്ല, ഏത് ആസിഡ് വേണോ ആവാം. അതായത് ഇവിടെ ജനറലി നമ്മൾ എടുക്കുന്നത് എന്താണ്? ഒരു മെറ്റലിനെ ഒരു ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. ഓക്കെ, മെറ്റലിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അങ്ങനെ നോക്കിയേ, ആ ഫിഗർ നോക്കിയേ. നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് സിങ്ക് ഗ്രാനുൾസ് ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ഇതിൽ നിന്നും, അതായത് ആ സിങ്ക് ഗ്രാനുൾസിൽ നിന്നും കുറച്ച് ബബിൾസ് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു കോണിക്കൽ ഫ്ലാസ്കിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലോ എന്തിലെങ്കിലും കുറച്ച് സിങ്ക് ഗ്രാനുൾസ് എടുത്തു. അതിലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ എനി ആസിഡ്, ഇനിയിപ്പോൾ സിങ്ക് തന്നെ എടുക്കണമെന്നില്ല, ഏത് മെറ്റൽ വേണോ ആവാം, ഒരു മെറ്റൽ ആയിരുന്നാൽ മതി. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു മെറ്റലിലോട്ട് ആസിഡ് ഒഴിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയും? ഒരു ബബിൾസ് വരുന്നതായിട്ട് അല്ലെ, ഒരു എഫർവസൻസ് അല്ലെ, ഒരു ബബിൾസ് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ബബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ നിന്ന് ഒരു ഗ്യാസ് റിലീസായി എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിച്ചു? ഈ മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടും ഒരു ഗ്യാസ് റിലീസായി. അപ്പൊ നമുക്കിനി ഈ ഗ്യാസ് ഏതാണ് എന്നാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അല്ലെ. ഉണ്ടായ ഗ്യാസ് ഹൈഡ്രജൻ ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഈ ഉണ്ടായ ഗ്യാസ് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗ്യാസ് റിലീസ് ആവുന്നില്ലേ, ഈ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലോട്ട് നമ്മളൊരു ബേണിംഗ് കാൻഡിലോ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ എങ്ങാനും കൊണ്ടിങ്ങനെ ബേണിംഗ് വെക്കുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു പോപ്പ് സൗണ്ടോട് കൂടി എന്ത് ചെയ്യും? ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും.
അങ്ങനെ ഒരു പോപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉണ്ടായ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു ഗ്യാസ് ഉണ്ടായി എന്നുള്ളതിന്റെ സൂചനയാണ് ബബിൾസ് ഉണ്ടായത് അല്ലെ. അപ്പോ ഈ ഗ്യാസ് ഏതാണെന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതിലോട്ട് ഈ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലോട്ട് ഒരു മാച്ച് സ്റ്റിക്ക്, നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് കൊണ്ട് വെക്കുമ്പോൾ അത് എന്ത് സൗണ്ടോട് കൂടി ഈ എയർ ബബിൾസ് ബ്രേക്ക് ആവും? ഒരു പോപ്പ് സൗണ്ടോട് കൂടി ഈ എയർ ബബിൾസ് എന്ത് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാം ഉണ്ടായ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലെ? ഉണ്ടായ ഗ്യാസ് എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ നമുക്ക് ജനറലി ഇവിടെ നിന്നൊരു കാര്യം പറയാം. അതായത് നമ്മൾ ആരൊക്കെയാണ് എടുത്തത്? ഒരു മെറ്റൽ അല്ലെ, ഒരു മെറ്റൽ. ഈ ഒരു മെറ്റലും ഒരു ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസ് ഏത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ജനറലി നമുക്ക് പറയാം മെറ്റലും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് നമ്മളൊരു കാൻഡിൽ അല്ലെ, ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് വെക്കുമ്പോൾ ഒരു പോപ്പ് സൗണ്ടോട് കൂടി എയർ ബബിൾസ് ബ്രേക്ക് ആവുന്നു. അങ്ങനെ ബ്രേക്ക് ആവുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് കൺഫേം ചെയ്യാൻ കഴിഞ്ഞത് ഉണ്ടായത് ഏത് ഗ്യാസ് ആണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ അല്ലെ? അപ്പോ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോ എന്താ സംഭവിച്ചത്? ഒരു ഗ്യാസ് ഇവോൾവ് ആവുകയാണ് ചെയ്തത് അല്ലെ. ഒരു ഗ്യാസ് ഇവോൾവ് ആവുകയാണ് ചെയ്തത്. നമ്മൾ തൊട്ട് മുന്നേ മെഗ്നീഷ്യം വെച്ചൊരു റിയാക്ഷൻ നടത്തിയപ്പോ അവിടെ എന്താ ഉണ്ടായത്? ഒരു വൈറ്റ് കളർ അല്ലെ, അതായത് നമ്മളെടുത്ത റിയാക്റ്റന്റിൻ്റെതല്ലാത്ത ഒരു കളർ ചേഞ്ച് ഉണ്ടായി. ഒരു വൈറ്റ് കളറാണ്, ഒരു വൈറ്റ് കളർ ലെയർ അല്ലെങ്കിൽ വൈറ്റ് കളർ പൗഡർ ഫോം ചെയ്തു. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോ എന്തൊക്കെ സംഭവിച്ചു? ഫസ്റ്റ് കേസിലാണെങ്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടായി അല്ലെ. സെക്കൻഡ് കേസിലാണെങ്കിൽ എന്ത് സംഭവിച്ചു? അവിടുന്ന് ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ളതിന്റെ സയൻസ് എന്തൊക്കെയാണ് അല്ലെ. എപ്പോഴാണ് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാവുന്നത്? അതിന്റെ സയൻസ് ആൻഡ് സിമ്പിൾസ് എന്തൊക്കെയാണ്? അതിന്റെ സയൻസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. ഒന്ന്, കളർ ചേഞ്ച് സംഭവിക്കാം അല്ലെ. നമ്മൾ ഫസ്റ്റ് കണ്ടതാണ് മെഗ്നീഷ്യത്തിന്റെ കേസിൽ ഒരു വൈറ്റ് കളർ ലെയർ ഫോം ചെയ്ത് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? കളർ ചേഞ്ച് സംഭവിച്ചു. ഇനി എന്താണ്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് അല്ലെ. ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ സ്റ്റേറ്റ് മാറാം. അതായത് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സോളിഡ് ലിക്വിഡ് ആവാം, ലിക്വിഡ് ഗ്യാസ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേറ്റ് അല്ലെ, സ്റ്റേറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ചേഞ്ച് സംഭവിക്കാം. അതിന് നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്തോന്ന്? ഹൈഡ്രജനും അല്ലെ ഓക്സിജനും ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. അവിടെ സ്റ്റേറ്റ് മാറുമല്ലേ. കാരണം എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ് അല്ലെ. ഉണ്ടായ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ആണ് അല്ലെ. അപ്പോ രണ്ട് ഗ്യാസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോ എന്തുണ്ടായി? ഒരു ലിക്വിഡ് ഉണ്ടായി. സ്റ്റേറ്റ് മാറിയില്ലേ. അപ്പൊ നമുക്ക് അതും ഒരു സൈൻ ആയിട്ട്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സൈൻ ആയിട്ട് പറയാം. നെക്സ്റ്റ് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവാം. ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബിന്റെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഹീറ്റ് കുറച്ചൊന്ന് ചൂട് നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. അതായത് ആ റിയാക്ഷൻ തുടങ്ങിയപ്പോൾ ആ ഹീറ്റ് ഇല്ലായിരുന്നു. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെടുത്ത ടെസ്റ്റ് ട്യൂബിലോ ബോയിലിംഗ് ട്യൂബിലോ ഒക്കെ ചെറിയൊരു ഹീറ്റ് നമുക്കൊന്ന് ഫീൽ ചെയ്യും. അതായത് ആ റിയാക്ഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഹീറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടായി. അപ്പൊ അതും കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതിന് ഒരു സൈൻ ആണ്. എവല്യൂഷൻ ഓഫ് ഗ്യാസ് നമ്മൾ കണ്ടതല്ലേ. തൊട്ട് മുന്നേ ഉള്ള എക്സ്പെരിമെന്റിൽ നമ്മൾ എന്ത് കണ്ടു? അവിടെ നിന്ന് ഹൈഡ്രജൻ അല്ലെ. ഏത് റിയാക്ഷനിലാണ്? ഒരു മെറ്റലിനെയും ആസിഡിനെയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോ അവിടെ നിന്ന് ഗ്യാസ് ഇവോൾവ് ചെയ്തു അല്ലെ. അവിടെ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്തു. ഇതുപോലുള്ള പല റിയാക്ഷൻസും ഉണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്, ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്, അങ്ങനെ ഒട്ടനവധി ഗ്യാസ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം അല്ലെ. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ ഇനി നോക്കും കേട്ടോ. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഇത് ശരിക്കും ഒരു ഇൻസോല്യബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതായത് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് പോവാതെ ഇങ്ങനെ കട്ട പിടിച്ച് ഇൻസോല്യബിൾ ആയിട്ട് ഒരു മാസ് ആയിട്ട് കിടക്കുന്ന ചില റിയാക്ഷൻസ്, ചില പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ ഇൻസോല്യബിൾ സബ്സ്റ്റൻസിനെയാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ റിയാക്ഷൻ, ചില റിയാക്ഷൻസ് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താവാം? പ്രസിപ്പിറ്റേറ്റ് ആവാം. അത് നമ്മൾ ഇനി ആ റിയാക്ഷൻ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നതും കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ സൈൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ചേഞ്ച് ഇൻ സ്മെല്ല്. ചിലതിന് എന്ത് സംഭവിക്കാം? സ്മെല്ലിന് ചേഞ്ച് വരാം. അതായത് റിയാക്ഷൻ കഴിയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും നല്ല 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 ഗുഡ് സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗൾ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ സ്മെല്ലിന് ചേഞ്ച് വരാം. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതിന് തെളിവായിട്ട് പറയുന്നത് അല്ലെ? അതായത് സയൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, എവല്യൂഷൻ ഓഫ് ഗ്യാസ്, ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, ചേഞ്ച് ഇൻ സ്മെല്ല്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ മാറും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ ഈ 2 എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, ഈ 2 എക്സാമ്പിൾ കണ്ടോ? മെഗ്നീഷ്യം റിബന്റെ എക്സാമ്പിളും നമ്മൾ എന്താണ് മെറ്റലിന്റെയും ആസിഡിന്റെയും എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് ഇത്തരം ചേഞ്ചസ് സംഭവിക്കാം. ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഇത്തരത്തിലൊക്കെ ചേഞ്ചസ് സംഭവിക്കാം. അപ്പൊ 2 എക്സാമ്പിളെ ഞാൻ പറഞ്ഞോളൂ. ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നതും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയില്ല. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല റിയാക്ഷൻസിലും ഇതൊക്കെ നമ്മൾ കാണും. അപ്പൊ നമുക്കത് നോക്കാം, ഇങ്ങനെയൊക്കെ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇക്വേഷൻ ആയിട്ടാണ് അല്ലെ? ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഇക്വേഷൻസ് 2 രീതിയിൽ പറയാം അല്ലെ? ഇക്വേഷൻസ് 2 രീതിയിൽ പറയാം. എന്തൊക്കെയാണ്? വേർഡ് ഇക്വേഷൻസും ഉണ്ട്, കെമിക്കൽ ഇക്വേഷൻസും ഉണ്ട് അല്ലെ? വേർഡ് ഇക്വേഷൻസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, കെമിക്കൽ ഇക്വേഷൻസ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ, കണ്ടോ? ഒരു മെറ്റലും ആസിഡുമാണ് അല്ലെ? സിങ്കും സൾഫ്യൂരിക് ആസിഡുമാണ് അല്ലെ? അപ്പൊ നോക്ക്, സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ ഈ പറയുന്ന റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും ഒക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? വേർഡ്സിലാണ് അല്ലെ? അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് വേർഡ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത ഇക്വേഷൻ നോക്ക്. ഇതിനെ നമ്മൾ ഈ പറയുന്ന റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും ഒന്നും വേർഡ്സിൽ റെപ്രസെന്റ് ചെയ്തില്ല, പകരം അതിന്റെ സിംബൽസ് മാത്രം ഉപയോഗിച്ചു അല്ലെ? സിങ്കിന്റെ സിമ്പൽ Zn ആണെന്ന് നമുക്കറിയാം. സൾഫ്യൂരിക് ആസിഡിന്റെ സിമ്പൽ അറിയില്ലെങ്കിൽ പഠിച്ചോ, H2SO4 ആണ്. H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്, HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 ആണ് നൈട്രിക് ആസിഡ്. അപ്പൊ ഇത്തരം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സിങ്കും സൾഫ്യൂരിക് ആസിഡും ചേർന്നപ്പോ എന്തൊക്കെ ഉണ്ടായി? സിങ്ക് സൾഫേറ്റ് ZnSO4. ഒപ്പമുണ്ടായ ഗ്യാസിനെ കണ്ടോ? ഒപ്പമുണ്ടായ ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം നമ്മൾ സിംബൽസ് മാത്രം വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ സിംബൽ മാത്രം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കെമിക്കൽ ഇക്വേഷൻ അല്ലെ? കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് അറിയാം, റിയാക്ഷൻ നടക്കുമ്പോൾ ചേഞ്ചസ് എന്താണെന്ന് അറിയാലോ. പിന്നെന്താ? കെമിക്കൽ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ അറിയാം. വേർഡ് ഇക്വേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യാനും അറിയാം, പിന്നെ കെമിക്കൽ ഇക്വേഷനായിട്ട് റെപ്രസെന്റ് ചെയ്യാനും അറിയാലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഇക്വേഷൻ അത് ബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായത് ബാലൻസ്ഡ് റിയാക്ഷൻ എന്താണ്, അൺബാലൻസ്ഡ് റിയാക്ഷൻ എന്താണ് എന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അൺബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ എന്താക്കാൻ പഠിക്കണം? ബാലൻസ്ഡ് ആക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യണം, അത് നിർബന്ധമാണ്, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ നോട്ടും പേനയൊക്കെ എടുത്തിട്ട് ഇതിനോടൊപ്പം ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബാലൻസ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ബാലൻസ്ഡ് റിയാക്ഷൻ എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കണ്ടേ? ഓക്കെ, അപ്പോ ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യുന്നത് ഒരു ലോയുടെ ബേസിസിലാണ്. ഒരു റൂൾ ഉണ്ട്, ആ റൂളിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ ബാലൻസിങ് അല്ലെങ്കിൽ ഇക്വേഷന്റെ ബാലൻസിങ് നടക്കുന്നത്. ഏത് ലോ ആണെന്നറിയാമോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നിങ്ങൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഈ ലോ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊരു സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ? എന്താണ്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടത്തെ മാസ്, നമ്മൾ എടുത്ത മാസ് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ എടുത്ത മാസിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു മാസ്, ഒരു ന്യൂ ആയിട്ട് പുതുതായിട്ട് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല.
ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ എടുത്തത് എത്രയാണോ അത്ര തന്നെ പ്രോഡക്റ്റ് കിട്ടുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പോൾ ഈ ഒരു റൂളാണ് അല്ലെങ്കിൽ ഈ ഒരു ലോയുടെ ബേസിസിലാണ് നമ്മൾ ഇനിയുള്ള ഇക്വേഷൻസിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം, ബാലൻസിങ് എന്ന് പറയുന്നത് ഏത് ലോയുടെ ബേസിസിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയാം. പറഞ്ഞൂടെ? അപ്പൊ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മാസ് നമുക്ക് അതുപോലെ തിരിച്ചു കിട്ടും, അതിൽ നിന്നും ഒട്ടും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇനി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നും അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നും നോക്കാം. നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ 2 രീതിയിൽ പറയാം. ഒന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ മാസിന്റെ ബേസിസിൽ പറയാം. അതായത് റിയാക്ഷന് മുൻപും റിയാക്ഷൻ കഴിഞ്ഞിട്ടും എന്താ, മാസിന് ചേഞ്ച് വരുന്നില്ല, ടോട്ടൽ മാസ് കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയാം, ഒരു രീതി. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ പറയാം, അതർ വേർഡ്സ് അല്ലെ. ഇനി അതർ വേർഡ്സ് നമുക്ക് എങ്ങനെ പറയാം, നമ്പർ ഓഫ് ആറ്റമിന്റെ ബേസിസിലും പറയാം. അതായത് റിയാക്ഷന് മുൻപ് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ, ഒരു എലമെന്റിന് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ, റിയാക്ഷൻ കഴിയുമ്പോഴും ആ നമ്പറും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്ന് വായിക്കാം. ദ ടോട്ടൽ മാസ് ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടു ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ റിയാക്ടൻസ്. ഓക്കെ, ഫസ്റ്റ് കേസ് മാസിനെ ബേസ് ചെയ്ത് പറഞ്ഞു. നമ്മൾ റിയാക്ടൻസിന് എത്ര മാസ് ഉണ്ടോ അത്രയും തന്നെ എന്തും കിട്ടും, പ്രോഡക്ട്സിനും ആ മാസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് നമുക്ക് എങ്ങനെ പറയാം, ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് റിമെയിൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന് മുന്നേയും ശേഷവും നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് ഇല്ലേ, റിയാക്ടൻസും പ്രോഡക്റ്റും ആയിട്ട് എടുക്കുന്ന സബ്സ്റ്റൻസ് ഇല്ലേ, അപ്പൊ ഇതിന്റെയൊക്കെ നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അത് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ ആ ഇക്വേഷൻ നോക്കിയേ 2H2 + O2 gives 2H2O അല്ലെ. അതായത് വാട്ടർ ഉണ്ടാവുന്ന പ്രോസസ് അല്ലെ. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉണ്ടാവുന്നത്. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മുടെ റിയാക്ടൻസിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2H2 എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണെന്നറിയാമോ, 4 ആണ്. അതെങ്ങനെ വന്നു നോക്കിക്കേ, ഈ 2H2 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ ഈ 2 2 ഇല്ലേ, ഈ 2 2 തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ആണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യരുത്, മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ ഹൈഡ്രജന് മുന്നിലുള്ള കോഎഫിഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ 2 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്, 4 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ടന്റ് അല്ലെങ്കിൽ LHS എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. LHS 4 ഹൈഡ്രജൻ ഉണ്ട്. ഇനി അതേപോലെ RHS നോക്കിക്കേ, ഹൈഡ്രജൻ അവിടെയും ഈ 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്രയാണ്, 4 തന്നെയാണ്. അപ്പോൾ RHS 4 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, RHS 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം അവിടെ എന്താണ്, ബാലൻസ്ഡ് ആണ്. ഇവിടെയും 4 അവിടെയും 4. അപ്പൊ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. ഒരു എലമെന്റ് മാത്രം ബാലൻസ്ഡ് ആയാൽ പോരാ, ആ റിയാക്ഷനിലുള്ള അല്ലെങ്കിൽ ആ കെമിക്കൽ ഇക്വേഷനിലുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെ നമ്പർ സെയിം ആണോ എന്ന് നോക്കണം, ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് ആരെ നോക്കാം, ഓക്സിജനെ നോക്കാം. ഓക്കെ, ഓക്സിജനെ നോക്കാം. ഓക്സിജൻ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പുറത്ത് നോക്കിക്കേ, RHS എത്ര ഓക്സിജൻ ഉണ്ട്, അവിടെയും 2 ഓക്സിജൻ ഉണ്ട്. കണ്ടോ, ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കോമൺ ആയിട്ടുള്ള 2 ആണ്, 2 ആണ്. അതായത് ഈ ഫ്രണ്ടിൽ ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ ഫ്രണ്ടിൽ നമ്മൾ കോഎഫിഷ്യന്റ് ആയിട്ട് ഇടുന്ന നമ്പർ ആ മൊത്തം കോമ്പൗണ്ടിനും അവകാശപ്പെട്ടതാണ്. അപ്പൊ ഈ 2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും അവകാശപ്പെട്ടതാണ്, ഓക്സിജനും അവകാശപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് RHS നോക്കിക്കഴിഞ്ഞാലും എത്ര ഓക്സിജൻ ആണെന്ന് മനസ്സിലായി, 2 ഓക്സിജൻ ആണെന്ന് മനസ്സിലായി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, LHS RHS അല്ലെ. അപ്പൊ LHS നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആരൊക്കെയാണ് ഇവിടെ എലമെന്റ്സ് ആയിട്ടുള്ളത്, ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ് അല്ലെ. അപ്പൊ LHS ഇനി ഹൈഡ്രജൻ നമ്മൾ ടോട്ടൽ എത്രയാ പറഞ്ഞത്, 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ നോക്കിയേ, RHS 4 ഹൈഡ്രജൻ ഉണ്ട്.
അപ്പൊ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ നോക്കുമ്പോഴത്തേക്കും LHSൽ 2 ഓക്സിജൻ ഉണ്ട്, RHSലും 2 ഓക്സിജൻ ഉണ്ട്. അങ്ങനെ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് ദാ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആണ്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഈ എഴുതിയിരിക്കുന്നത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോ എന്താണ് ബാലൻസ്ഡ് ഇക്വേഷൻ? LHSലും RHSലും അല്ലെങ്കിൽ എത്ര റിയാക്റ്റൻസ് എടുക്കുന്നോ, റിയാക്റ്റൻസിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണോ അത് തന്നെയായിരിക്കണം പ്രോഡക്ട്സിലെ നമ്പർ ഓഫ് ആറ്റംസ്. അങ്ങനെ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് അൺബാലൻസ്ഡ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബാലൻസ്ഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അൺബാലൻസ്ഡ് എന്താണെന്ന് അറിയത്തില്ലേ? അവിടെ ഈക്വൽ ആണ്, അപ്പൊ അൺബാലൻസ്ഡ് ആണെങ്കിൽ എന്തല്ല? ഈക്വൽ അല്ല അല്ലെ? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെയും പറയാം. ഒന്ന്, നമ്മൾ എടുക്കുന്ന റിയാക്റ്റന്റിന്റെ മാസ് ആയിരിക്കത്തില്ല പ്രോഡക്റ്റിൽ കിട്ടുന്നത്, ചിലപ്പോൾ കൂടുതലോ കുറവോ ഒക്കെ ആയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കില്ല പ്രോഡക്റ്റിലോട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസുമായിട്ടാണ് നമുക്ക് അൺബാലൻസ്ഡ് ഇക്വേഷൻ പറയാൻ പറ്റുന്നത് അല്ലെ? ദ മാസ് ഈസ് നോട്ട് സെയിം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? മാസ് സെയിം അല്ല, അവരെ നമ്മൾ എന്ത് വിളിക്കും? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതേപോലെ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ബോത്ത് സൈഡ്സ് ഈസ് നോട്ട് സെയിം അല്ലെ? അതും എന്തല്ല? സെയിം അല്ല. നമ്പർ ഓഫ് ആറ്റംസും എന്തല്ല? സെയിം അല്ല. അങ്ങനെ എഴുതുന്ന ഇക്വേഷൻസ് ആണ് അൺബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിയാക്ഷൻ ആണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാവുന്നു. അപ്പൊ നോക്ക്, നമുക്ക് വീണ്ടും എഴുതാം. LHS അതേപോലെ RHS അങ്ങനെ എഴുതാം അല്ലെ? അപ്പൊ LHSൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് മൊത്തം ഉള്ളത് ഹൈഡ്രജനും ഓക്സിജനും ആണ്. LHSൽ ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. RHS നോക്കിക്കേ, അവിടെയും 2 ഉണ്ട്. ഇനി ഓക്സിജൻ നോക്കാം. LHSൽ 2 ഓക്സിജൻ ഉണ്ട്, എന്നാൽ RHSൽ 1 ഓക്സിജനേ ഉള്ളൂ. നമ്പർ ഈക്വൽ ആണോ? ഈ കേസിൽ നമ്പർ ഈക്വൽ ആണോ? അല്ല അല്ലെ? നമ്പർ ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ എന്തെന്ന് വിളിക്കാം? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഈ അൺബാലൻസ്ഡ് കെമിക്കൽ മറ്റൊരു പേരാണ് എന്താണ്? സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്നും പറയാം. ഓക്കെ, സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്നും പറയാം. അതായത് നമ്മളൊരു റിയാക്ഷനെ ജസ്റ്റ് അതിന്റെ എലമെന്റ്സ് കൊണ്ട് മാത്രം സൂചിപ്പിക്കുന്നു. അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. വെറുതെ അതിന്റെ ഒരു സ്കെലിറ്റൽ ഫോം ആയിട്ട് എഴുതുന്നു. ഓക്കെ, നമ്മൾ ബാലൻസ്ഡ് ആക്കി അല്ലാണ്ട് ജസ്റ്റ് നമുക്ക് ഹൈഡ്രജൻ ആണെങ്കിൽ H2 എന്നും ഓക്സിജൻ ആണെങ്കിൽ O2 എന്നും ഒക്കെ പറഞ്ഞ് ജസ്റ്റ് നമ്മൾ ആ ഒരു വേർഡും അങ്ങനെ മാത്രം ഒന്ന് സിമ്പിൾ ആയിട്ട് മാത്രം ഒന്ന് എഴുതുന്നു. അപ്പോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നോ അല്ലെങ്കിൽ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ സ്കെലിറ്റൽ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ അൺബാലൻസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇനി എന്താക്കണം മക്കളെ? അതിനെ ബാലൻസ്ഡ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി അതാണ് പഠിക്കാനുള്ളത്. അത് ഇത്തിരി ഒന്ന് പഠിക്കാനുണ്ട്. അതായത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനെ ബാലൻസ്ഡ് ആക്കി മാറ്റാം. വലിയ പണിയൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോവാം.